ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ് കേട്ടോ. പപ്പായ കൊണ്ടുള്ള സോപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ പറയണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ കൊടുക്കണേ. അപ്പോൾ 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസിനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഈ സോപ്പ് ബേസിന്. അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ അത് നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ മെൽറ്റ് ചെയ്യേണ്ടി വരും. ചെറിയ കഷ്ണങ്ങളാക്കണം. ഞാൻ ആദ്യം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അതേപോലെ നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ട് പിന്നെ അതും ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. നമ്മൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കത്തിയിലോ നമ്മുടെ കട്ടിംഗ് ബോർഡിലോ ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളെ കയ്യിൽ അത് സോപ്പിൻ്റെ പത ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് വടക്കി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കണം. ഇനിയൊരു നടുവിൽ മുറിച്ചിട്ട് നമുക്ക് ഇനിയൊരു പീസാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. എന്നാൽ അതിലും പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇത്രയും വലുപ്പമാണ് ആക്കണത്. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 ഭാഗത്തും പിടിക്കാനുള്ളതായാൽ നല്ലതാവും. ഒരു ഭാഗത്ത് പിടിക്കാനുള്ളതായാലും നമുക്ക് ബാലൻസ് ചെയ്യാം. ഇനി ഞാൻ എങ്ങനെ ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ചെയ്യണത്. ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരു 1/4 ഭാഗത്തിൽ കുറച്ചധികം, പകുതിയില്ല അത്രയ്ക്കും വെള്ളം വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുകയാണ്. എന്നിട്ട് ഈ എടുത്ത സോപ്പ് ബേസിൻ്റെ കഷ്ണങ്ങൾ ഞാൻ മെൽട്ടാക്കി എടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ പപ്പായ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല പഴുത്ത പപ്പായ നല്ല ഫൈനാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊരു പൊടിയോ ഒരു തരിയോ ഒന്നുമില്ല. നല്ല പഴുത്ത പപ്പായയാണ്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് അലിയാൻ തുടങ്ങും. നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം അത് എല്ലാ ഭാഗവും അതിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇതേപോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് പീസും കൂടെ ഉണ്ട് ബാക്കി. അതും കൂടി മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും അടിയിലുള്ള വെള്ളം തിളച്ച് പൊന്തി വന്നപ്പോഴേക്കും ഞാൻ ഗ്യാസ് സ്റ്റൗവ് സിമ്മിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായൻ്റെ ജ്യൂസ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം മെൽറ്റായിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കളറോ വേറെ കെമിക്കൽസോ ഒന്നും ചേർക്കണില്ല. ഇത് വൈറ്റമിനാണ്. സോറി, ഇത് കളറല്ല, ഇത് സ്മെല്ലാണ്. ഇത് വൈറ്റമിനാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം പിന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ.
നമുക്കതിന് തോന്നുമല്ലോ എല്ലാ ഭാഗത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളത്. നല്ലോണം ഇളക്കും, ഇതേപോലെ നല്ലോണം ഇളക്കി. എനിക്ക് നല്ലോണം അതിൽ കലർന്നിട്ടുണ്ട് പപ്പായ. എന്നിട്ട് ഇതാ ചൂടാറാനൊന്നും നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് സോപ്പ് ബേസിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ 4-5 സോപ്പാണ് കിട്ടുക, 6ാമത്തെ സോപ്പ് കിട്ടൂല. കാരണം അത്ര ഉണ്ടാവുള്ളൂ 500 ഗ്രാമിൽ. അപ്പോൾ ഇതാ ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോപ്പൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പതയും ഉണ്ട്, വാസനയും ഉണ്ട്. ഞാൻ PS-ൻ്റെ സ്മെല്ലാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോപ്പ് ഉണ്ടാക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വെറും കുറഞ്ഞ ചിലവിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു കവറ് ചെയ്യാണ്, ഇല്ലെങ്കിൽ സ്മെല്ലൊക്കെ പോയി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ കവറ് ചെയ്ത് വെക്കുകയാണ്. ഇതേപോലെ റോളായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നോരോന്ന് വെച്ചിട്ട് കവറ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതേപോലെ എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഫൈനലായിട്ട് അടിപൊളിയായിട്ട് ഞാൻ 5 സോപ്പ് ഞാനിതേപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനെങ്കിലും എടുക്കാമല്ലോ. നമുക്ക് പുറത്തേക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടിൽ നല്ല സോപ്പ്, കെമിക്കലൊന്നും ഇല്ലാത്ത സോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ 5 സോപ്പ് ഞാനിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം 5 സോപ്പ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറും സ്മെല്ലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്യണം, മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ്.